മാധ്യമപ്രവർത്തകൻ എ സജീവൻ കൂടി ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീ എ സജീവൻ, കൃത്യമായി തന്നെ ഒരു പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം PV അൻവറും കൂടി സ്ഥാനാർത്ഥിയാകുന്നു. എന്താകും ഇനി നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്? അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടിയുള്ള സ്ഥാനാർത്ഥിത്വമല്ല. അൻവറിന് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന വോട്ട് എത്രയാണ് എന്ന്. അൻവർ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിനിടയിൽ പറഞ്ഞൊരു കാര്യം, എനിക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതല്ലെങ്കിൽ ജനങ്ങൾ എന്നെ നിലമ്പൂരിലെ ജനങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞാൽ അതാണ് സംഭവിക്കുക. അങ്ങനെ ഒരു തരത്തിലുള്ള യാചനയുമായി പോവുകയാണ്. അന്തം വിട്ട രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അദ്ദേഹം വിഭാഗത്തെ പ്രധാനമായിട്ട് അദ്ദേഹം നേരത്തെ പറയുന്ന പിണറായിക്കെതിരെയുള്ള പോരാട്ടം, പിണറായി ചിത്രത്തെ തകർക്കുക എന്ന് പറയുന്നു, അതായിരുന്നുവെങ്കിൽ അദ്ദേഹം UDF-നോടൊപ്പം നിൽക്കണമായിരുന്നു. പക്ഷെ ഇപ്പോ അദ്ദേഹം പിണറായിക്കെതിരെ പറയുന്നതിനേക്കാൾ രൂക്ഷമായിട്ടാണ് സതീശനെതിരെ പറയുന്നത്. അതിനേക്കാൾ രൂക്ഷമായിട്ടാണ് ഷൗക്കത്തിനെതിരെ പറയുന്നത്. അൻവർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, അവിടെ അദ്ദേഹത്തിന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ ഞാൻ ജയിക്കുമോ LDF ജയിക്കുമോ എന്നത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഷൗക്കത്ത് അവിടെ ജയിക്കില്ല. ഇപ്പോ നമുക്ക് വളരെ ബോധ്യമാവുന്ന ഒരു കാര്യം, ഷൗക്കത്തിന്റെ പരാജയം ഉറപ്പിക്കുക എന്നുള്ളതാണ് അൻവറിന്റെ ലക്ഷ്യം. അത് അൻവറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കാരണം അദ്ദേഹം സതീശനെതിരെ മുന്നോട്ടേക്ക് വെക്കുന്ന ഈ ആരോപണങ്ങൾ അത് അൻവറിന്റെ മാത്രം അമ്പല്ല, അത് മറ്റു പല ആളുകളുടെയും അമ്പാണ്. അൻവർ തന്നെ ആ പേരുകൾ തനിക്ക് വേണ്ടിയിട്ട് തനിക്കൊപ്പം നിന്ന ആളുകൾ എന്നൊക്കെ പറയുന്നു. അതിനേക്കാളൊക്കെ അപ്പുറത്ത് മുൻ KPCC പ്രസിഡന്റിനെ അദ്ദേഹം പോലും അറിയാതെ ആണ്, അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെ അറിയിക്കുക പോലും ചെയ്യാതെയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ തന്റെ മുൻപിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവിടെ നടക്കുമ്പോൾ ഈ സുധാകരൻ തന്റെ മുന്നിലാണുള്ളത് എന്നൊരധികം പറയുമ്പോൾ വളരെ കൃത്യമാണ്. VD സതീശനെ എതിരെയുള്ളൊരു പോരാട്ടം കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അൻവർ ചേരുകയാണ്. പിണറായിസത്തെ തകർക്കുക എന്ന് പറയുമ്പോൾ അത് പിണറായിസത്തെ തകർക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് മറ്റെല്ലാം മറന്നുകൊണ്ട്, ഞാനിപ്പോ നിരുപാധികമായിട്ട് ഇത്തരത്തിൽ പിന്തുണ കൊടുക്കുന്നു എന്ന് അദ്ദേഹം പണ്ട് പറഞ്ഞ പോലെ പറയാം. അതല്ലെങ്കിൽ പ്രതിഷേധമുണ്ട് എനിക്ക്, പക്ഷേ പിണറായിസൻ തകരണമെന്നുള്ളത് കൊണ്ട് ഞാൻ UDF-ന് എതിരെ ഒന്നും പറയുന്നില്ല എന്ന് പറയാം, അല്ലെങ്കിൽ UDF-നൊപ്പം നിൽക്കുന്നു എന്ന് പറയാം. ഇതൊക്കെ പറയാതെ അദ്ദേഹം ഇപ്പോ ശക്തമായി പറയുന്നത്, ഇതിന് ഈ പത്രസമ്മേളനത്തിലെ വാക്കുകൾ ഏറ്റവും ശക്തമായിട്ട് വരുന്നത് ഒന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ്. ഷൗക്കത്ത് എത്രമാത്രം മുസ്ലിം വിരുദ്ധനാണ്, ഷൗക്കത്തിന്റെ ഭാഗത്തുനിന്ന് എത്രമാത്രം മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസിനകത്ത് തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ എത്രമാത്രം രൂക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അക്കമിട്ട് ഓരോന്ന് അദ്ദേഹം 4 ആരോപണങ്ങളാണ് ഷൗക്കത്തിനെതിരെ ഉന്നയിക്കുന്നത്. അപ്പോൾ മുസ്ലിം വിഭാഗത്തിനെതിരെ ആന്റി മുസ്ലിം അദ്ദേഹം പറയുന്ന രൂപത്തിലൊരു നേരത്തെ പിന്നെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആൾക്കെതിരെ പറഞ്ഞ പോലെ അവർ പൂർണ്ണമായിട്ടും മുനാഫിക്കായിരുന്നു. അതുപോലെ അതേപോലെ ഒരു മുനാഫിക്കാണ് ഈ ആര്യാടൻ ഷൗക്കത്തെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുക, അക്കമിട്ടുകൊണ്ട് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വരാജിനെതിരെയും ഇതേപോലെ പറയുന്നുണ്ട്. സ്വരാജ് ഹിന്ദുക്കൾക്കെതിരെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ രണ്ട് വിഭാഗത്തിനെതിരെയും പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തനിക്ക് ജയിക്കാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ട് എന്ന് അദ്ദേഹം കണക്കാക്കുന്നില്ല. ഇപ്പൊ വേറെ നിവൃത്തികേടുകൊണ്ട് അൻവർ ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണെന്ന് എടുത്തിട്ടുള്ളത്. അദ്ദേഹം പരാജയപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അൻവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ പോലും പറയുന്നു ഞാൻ ജയിക്കും, നിലമ്പൂരിൽ ഞാൻ ജയിക്കുന്നു. പക്ഷെ അത് ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഉണ്ടാവാൻ പോകുന്നൊരു കാര്യം, അൻവർ ഏറ്റവും കൂടുതൽ ക്ഷതമേൽപ്പിക്കാൻ പോകുന്നത്, പരിക്കേൽപ്പിക്കാൻ പോകുന്നത് UDF-എതിരെയായിരിക്കും, അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദിനെതിരെയായിരിക്കും, ആര്യാടൻ ഷൗക്കത്തിനെതിരെയായിരിക്കും. അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് 2025 ഈ മാസം നടക്കാൻ പോകുന്ന നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പല്ല, ഉപതെരഞ്ഞെടുപ്പല്ല, 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ പോലും അല്ല വിഷയം, അത് ആര് നയിക്കണമെന്നുള്ള കാര്യമാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ നേതൃത്വത്തെ ഈ ചെയർമാനെ വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയാൽ UDF ഒരു കാലഘട്ടത്തിലും ജയിക്കാൻ പോകുന്നില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ വളരെ കൃത്യമായി തയ്യാറാക്കപ്പെട്ട ഒരു തിരക്കഥ ഇവിടെ അവതരിപ്പിക്കുകയാണ്
PV അൻവർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നുള്ള കാര്യം അദ്ദേഹത്തിന് സംശയം ഉണ്ടാവില്ല. പക്ഷേ അത് വെച്ചുകൊണ്ട് അദ്ദേഹം വിലപേശിയിട്ട് അടുത്ത ഘട്ടത്തിൽ 2026 തെരഞ്ഞെടുപ്പിൽ ഇതേ നിലമ്പൂർ വാങ്ങിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തന്നെ ഈ അൻവർ ഫാക്ടർ ഉണ്ടാവില്ല എന്നുള്ളത് അവിടുത്തെ UDFും LDFും ഒരുപോലെ പറയുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഈ അൻവർ കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമ്പോൾ അത് ആർക്കാണ് ഇനി ദോഷം ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞത്. അൻവറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അൻവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കുമോ LDF ജയിക്കുമോ എന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്നുള്ള കാര്യം. അപ്പൊ നമുക്കറിയാവുന്ന പോലെ ഈ BJP സ്ഥാനാർത്ഥിയുടെ കാര്യം BJP ജയിക്കാൻ പോകുന്നില്ല, 4-5% മാത്രമുള്ള ഒരു പാർട്ടി ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അവിടെ BJP പോലും സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് UDFിലേക്ക് പോകാൻ സാധ്യതയുള്ള ക്രിസ്തീയ വോട്ടുകൾ, അതായത് ക്രിസ്ത്യൻ സഭ, മലയോര കർഷകരൊക്കെ നമുക്കറിയാവുന്ന പോലെ സർക്കാരിനെതിരെ വളരെ രൂക്ഷമായ രൂപത്തിലുള്ള നിലപാട് എടുത്തിട്ടുള്ളതാണ് ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നത്തില്. അപ്പോ അവിടെ ആ വോട്ടുകളൊക്കെ UDFിലേക്ക് പോകേണ്ടതാണ്. അത് പിടിച്ചെടുക്കാനുള്ള ശ്രമം BJP നടത്തുമ്പോൾ UDFിന്റെ ഭാഗത്ത് അവിടെ വോട്ട് ചോർച്ചയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനോടൊപ്പമാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഈ മതവികാരം ഉണർത്തിവിടുന്ന രൂപത്തിൽ ഇപ്പൊ അൻവറിന്റെ ആര്യാടൻ ഷൗക്കത്തിന്റെ സിനിമയെ കുറിച്ച് പാഠമൊന്നൊരു വിലാപം, അത് മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന രൂപത്തിലുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എവിടെയൊക്കെ ഇളക്കാൻ പറ്റുമോ ഷൗക്കത്തിനെതിരെ കിട്ടാവുന്ന വോട്ടുകൾ അതൊക്കെ ഷൗക്കത്തിനെതിരെയാക്കി മാറ്റാൻ എത്രമാത്രം കഴിയുമോ അതാണ് അൻവർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ക്ഷതമുണ്ടാകാൻ പോകുന്ന UDFിന് ആവാനാണ്. അത് വലിയ അത്ഭുതത്തിലേക്ക് പോകേണ്ടതുണ്ട്. ജനങ്ങൾക്കൊക്കെ കണ്ടിട്ട് അൻവറിനെയും ഒക്കെ തട്ടി തകർത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം അങ്ങോട്ട് ഈ കാര്യങ്ങൾ പോകുമ്പോഴാണ് എന്തെല്ലാമാണ് സംഭവിക്കാന്നറിയാം. എന്തായാലും അൻവറിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് വിധി എഴുതാം. അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. പക്ഷെ അൻവർ അത് കൃത്യമായിട്ട് അത് അറിയാം. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2026 ഈ സതീശനെ വീഴ്ത്തിയത് ഞാനാണ് എന്ന് വരുത്തിയിട്ട് ആ നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ PV അൻവർ നമുക്കറിയാം LDFിൽ നിന്നും വളരെ പെട്ടെന്ന് ഇറങ്ങി വന്ന ഒരാളാണ്. UDF പ്രവേശം വളരെ ഈസി ആയിരുന്നു എന്നൊരു ഘട്ടത്തിലെങ്കിലും PV അൻവറിന് തോന്നിയിട്ടുണ്ടാകും. അത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു PV അൻവർ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചതിനെ തുടർന്നായിരിക്കില്ല ഇപ്പോൾ നിലവിൽ ഈ ഒരു തിരഞ്ഞെടുപ്പോടുകൂടി PV അൻവർ എന്നുള്ളൊരു ഫാക്ടർ ഇല്ലാതാകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിനെ തുടർന്നാകുമോ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും? ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ജയിക്കില്ല എന്ന് PV അൻവറിന് പോലും അറിയുന്നൊരു സത്യം കൂടിയാണ്. അതില് PV അൻവർ UDFിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടായിരിക്കണം. കോൺഗ്രസിലെ തന്നെ പല നേതാക്കന്മാരും അൻവറിനെ 4 കൈയും നീട്ടി സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. നമുക്കറിയാം ആളുകളുടെ പേരൊക്കെ വളരെ കൃത്യമായിട്ടും നിരനിരയായിട്ട് പറയാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, അൻവർ ആദ്യമേ തന്നെ സ്വന്തം സാധ്യതയ്ക്കൊരു കോടാലി വെച്ചിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുകയും നിലമ്പൂരിൽ ഇനി അടുത്ത് മത്സരിക്കേണ്ട UDF സ്ഥാനാർത്ഥിയായിട്ട് UDFിന് അദ്ദേഹം പറഞ്ഞ വാക്കുപോലും വളരെ കൃത്യമായിട്ട് ഞാൻ നോക്കുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞത് ഈ നിലമ്പൂരിൽ ഞാൻ മത്സരിക്കുന്നില്ല, UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ കൊടുക്കുന്നതാണ്. നിരുപാധിക പിന്തുണ പറഞ്ഞാൽ ഇനി അതൊരു ഡിമാൻഡ് ഉണ്ടാവില്ലല്ലോ. പക്ഷെ അതിന് തൊട്ട് പിന്നാലത്തിന് അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ സ്ഥാനാർത്ഥിയായിട്ട് VS ജോയ് മത്സരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ മത്സരിച്ചാൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് VS ജോയിയോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടൊന്നും അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കാൻ പാടില്ല. ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നതിൽ അദ്ദേഹത്തെ ഒരു വ്യക്തി വിരോധത്തിനേക്കാൾ കൂടുതലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം മത്സരിച്ചാൽ ആ സീറ്റ് വിട്ടുകൊടുക്കില്ല. 2026 സീറ്റ് അൻവറിന് കിട്ടണമല്ലോ, അത് വിട്ടുകൊടുക്കില്ല. ജോയ് വിട്ടുകൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുന്ന ആളെന്നുള്ളക്ക് അങ്ങനെ കിട്ടും. അത് സത്യത്തിൽ VD സതീശനെ പോലുള്ള നേതാക്കന്മാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകണമെന്ന് തീരുമാനിക്കുന്നത് UDFിന്റെ കോൺഗ്രസിന്റെ കാരനല്ലാത്ത ആളെന്ന് മാത്രമല്ല UDFിന്റെ ഭാഗം പോലുമല്ല, ഒരു അസോസിയേറ്റ് മെമ്പർ പോലും അല്ലാത്ത അൻവർ പറയുന്ന
ഒരു ഘട്ടത്തിൽ അപ്പം RMP നേതാക്കന്മാർ പറയുന്നു നിലമ്പൂർ ഇന്ന ആളാവണം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒന്നും വേണ്ട, ഏറ്റവും ചെറിയ ഘടകകക്ഷികളൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തായിരിക്കും? അപ്പൊ അത് പറ്റില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സതീശൻ പറഞ്ഞുള്ളത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും, അത് മറ്റാരും തീരുമാനിക്കേണ്ട പ്രശ്നമല്ല എന്നുള്ളത്. അതോടുകൂടി അൻവറിന് അടിതെറ്റിയിട്ട് അതിനുശേഷമാണ് ഈ സതീശിനെതിരെയുള്ള രംഗപ്രവേശം ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് അൻവർ അപ്പോഴും പ്രതീക്ഷിച്ചത് താൻ നിർദ്ദേശിക്കുന്ന ആൾ ജോയി അല്ലെങ്കിൽ വേറൊരാളെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ അതും മാറ്റിയിട്ട് ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ആ പ്രശ്നം തനിക്കെതിരെയുള്ള നീക്കമാണ്, തന്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. പിന്നീടാണ് അദ്ദേഹം ശക്തമായിട്ട് നീങ്ങിയത്. അപ്പോഴും ഈ പറയുന്ന ആളുകൾ, ഈ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ മഞ്ചേരിയിൽ പോയി കണ്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ ഈ പല നേതാക്കന്മാരും അൻവറുമായിട്ട് ബന്ധം വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പോയത്. UDF ഏകാന്തമായ തീരുമാനം സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് അവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നു, ഇനി ബന്ധമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നുണ്ടെങ്കിൽ അൻവറുമായിട്ട് ഒരു തരത്തിൽ നെക്സസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് ഒരിക്കൽ പോലും അനുവദിക്കില്ല എന്ന് വന്നപ്പോഴാണ് അൻവറിന് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് വളരെ കൃത്യമാണ്. അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ അന്ത്യം ഉണ്ടാകാൻ പോകുന്നതാണ്. ഇതിലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ അൻവർ നിശബ്ദനായി നിൽക്കുക അല്ലെങ്കിൽ അൻവർ UDF ഭാഗമാവുക സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു സാധ്യത UDF ഷൗക്കത്ത് ജയിക്കുമായിരുന്നുള്ള സംശയമില്ല. ഇപ്പോഴും ഷൗക്കത്ത് പരാജയപ്പെടുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കൃത്യമായ രാഷ്ട്രീയ പോരാട്ടമാണ് ഈ തവണ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അതെ, അത് വളരെ കൃത്യമായി തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. കൃത്യമായ ഒരു പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഉറപ്പാണ്. സമയപരിമിതി മൂലം ഞാൻ ഇടപെട്ടതാണ്.